അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങളൊക്കെ തമ്പനയിൽ കണ്ടതുപോലെ ഒരു 7 വിഭാഗം സ്ത്രീകളെ, ഒരു 7 തരം സ്വഭാവമുള്ള സ്ത്രീകളെ നിങ്ങൾ കല്യാണം കഴിക്കരുത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കും, ഈ സ്വഭാവം മനസ്സിലാകണമെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടാവണ്ടേ എന്ന്. അങ്ങനെയുള്ള സ്വഭാവമുള്ള സ്ത്രീകളാണെങ്കിൽ അവരുടെ സ്വഭാവം മാറ്റിയെടുക്കുക, അത് മാത്രമേ നമുക്ക് വഴിയുള്ളൂ. ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാർക്കും ബാധകമാണ്. ഈ സ്വഭാവം പുരുഷന്മാർക്കും ഉണ്ടാവാൻ പാടില്ല. ഏതാണ് ആ സ്വഭാവങ്ങൾ? ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കാല ബഅ്ദുൽ അറബുന, അറബികളിൽ നിന്ന് ചില ആളുകൾ പറഞ്ഞു. ഏത് വിഭാഗം സ്ത്രീകളാണത്? ഒന്നാമത്തത് അൽ അന്നാന വൽ മന്നാന വൽ ഹന്നാന വൽ ഹദ്ദാഖ വൽ ബറാഖ വൽ ശദ്ദാഖ വൽ കന്നാന. ഇതാണ് 7 വിഭാഗം സ്ത്രീകൾ. അതിൽ ഒന്നാമത് പറഞ്ഞ അൽ അന്നാന. അന്നാന എന്ന് പറഞ്ഞാൽ ആരാ? എപ്പോഴും രോഗിയായി അഭിനയിക്കുക, എപ്പോഴും രോഗിയായി അഭിനയിക്കുക. ചിലപ്പോൾ ചെറിയ രോഗങ്ങൾ, എന്തെങ്കിലും തലവേദനയോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് വലിയതാക്കിയിട്ട് ഹോസ്പിറ്റലിൽ പോവുക, കിടക്കുക, ഭർത്താവ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു എനിക്ക് സുഖമില്ല, ഇങ്ങനെ എപ്പോഴും രോഗിയായി അഭിനയിക്കുക. രണ്ടാമത്തത് അൽ മന്നാന. മന്നാന എന്ന് പറഞ്ഞാൽ ആരാ? ചെയ്തു കൊടുത്ത പ്രവർത്തികൾ എടുത്തു പറയുക. ഭർത്താവിന് എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനിങ്ങനെ പറയുക, ഞാൻ അത് ചെയ്തില്ലേ, ഞാൻ ഇത് ചെയ്തില്ലേ, എന്നിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ, ഇങ്ങനെ ചെയ്തു കൊടുത്ത പ്രവർത്തികളെ എടുത്തു പറയുന്നവൾ. മൂന്നാമത്തത് അൽ ഹന്നാന. ഹന്നാന എന്ന് പറഞ്ഞാൽ ആരാ? മുൻ ഭർത്താവിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റു പുരുഷന്മാരെ കുറിച്ചോ ഇങ്ങനെ എടുത്തു പറയുന്നവൾ. ചിലപ്പോ മുമ്പ് കല്യാണം കഴിഞ്ഞ് ഒഴിവായ സ്ത്രീ ആയിരിക്കും. അവള് മുൻപത്തെ ആ ഭർത്താവിനെ കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ള ഭർത്താക്കന്മാരെ കുറിച്ച്, അനിയത്തിയുടെ ഭർത്താവ് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ ഭർത്താക്കന്മാരെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവൾ. ആരോട്? ഈ ഭർത്താവിനോട്. അങ്ങനെയുള്ള ആളാണ് ഹന്നാന എന്ന് പറഞ്ഞാൽ. ഇനി ഹദ്ദാഖ എന്ന് പറഞ്ഞാൽ ആരാ? ഹദ്ദാഖ എന്ന് പറഞ്ഞാൽ കാണുന്ന സാധനങ്ങളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവൾ. എവിടെയെങ്കിലും ഒന്ന് പുറത്തു പോയാൽ കണ്ണിൽ കാണുന്നതൊക്കെ അതും വാങ്ങണം, ഇതും വാങ്ങണം, ഒരുപാട് പാത്രങ്ങൾ, അതുപോലെ പല കാര്യങ്ങളും. എന്നാൽ അത് ഉപയോഗിക്കുമോ? അത് ഉപയോഗിക്കൂല. വീട്ടിൽ കൊണ്ടുവന്ന് അത് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും. അതങ്ങനെയാണല്ലോ. ഇപ്പൊ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിന്റെ ഒക്കെ സമയമാണല്ലോ. ഞാൻ ആരെയും കുറ്റം പറയല്ല. പല ആളുകളും പല സാധനങ്ങളും കച്ചവടം നടത്തുന്നുണ്ടാകും. അപ്പൊ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ അതിൽ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാങ്ങുക. അത് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ അൽ ബറാഖ. ബറാഖ എന്ന് പറഞ്ഞാൽ ആരാ? ആളുകൾ കാണാൻ വേണ്ടി എപ്പോഴും സ്വന്തം സൗന്ദര്യം പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുന്നവൾ. സ്ത്രീ എന്ന് പറയുന്നത് മറ്റുള്ളവർ കാണേണ്ടവളല്ല. സ്ത്രീയുടെ സൗന്ദര്യം കാണേണ്ടത് ഭർത്താവാണ്. സ്ത്രീ അവളുടെ സ്വന്തം ശരീരത്തിനെ അല്ലെങ്കിൽ സ്വന്തം സൗന്ദര്യത്തിനെ കാണിച്ചു കൊടുക്കേണ്ടത് ഭർത്താവിനാണ്, നാട്ടുകാർക്കല്ല. ഇത് വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ സമയം ഉണ്ടാവില്ല. ഏത് സമയത്തും അണിഞ്ഞൊരുങ്ങിയിട്ട് നാട്ടുകാർക്ക് സൗന്ദര്യം പ്രദർശിപ്പിക്കുന്നവൾ. അങ്ങനെയുള്ളവരെയും കല്യാണം കഴിക്കാൻ പാടില്ല എന്ന. അതുപോലെ തന്നെ ആറാമത്തത് ശദ്ദാഖ. ശദ്ദാഖ എന്ന് പറഞ്ഞാൽ എപ്പോഴും വെറുപ്പിക്കുന്ന സംസാരം സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്ത് കാര്യം പറഞ്ഞെങ്കിലും വെറുപ്പിക്കുന്ന കാര്യം പറയല്ലേ, ഓ എന്തൊരു സംസാരമാണ് ഇത്, കേട്ട് കേട്ട് മടുത്തു എന്ന് പറയുന്നില്ലേ. ഇതുപോലെ ഭർത്താക്കന്മാരെ വെറുപ്പിക്കുന്ന സംസാരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ളവളാണ്. ഇനി ഏഴാമത്തത് അൽ കന്നാന. കന്നാന എന്ന് പറഞ്ഞാൽ സ്വന്തം പിതാവിനെ, അതുപോലെ തന്നെ സ്വന്തം പാരമ്പര്യം, സ്വന്തം സഹോദരങ്ങൾ അവരിങ്ങനെ പുകഴ്ത്തി പറയുകയും ഭർത്താവിനെ ചെറുതാക്കിയിട്ട് കൊച്ചാക്കിയിട്ട്, എന്റെ ഉപ്പ ഉണ്ടില്ലേ, എന്റെ ഉപ്പ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, എന്റെ സഹോദരങ്ങൾ ഇങ്ങനെയാണ്, എന്റെ തറവാട് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് എന്താ ഉള്ളത്, നിങ്ങൾ ആരാ അറിയുക, ഇങ്ങനെ പറഞ്ഞിട്ട് സ്വന്തം തറവാടിനെയും സ്വന്തം ഉപ്പാനെയും ഒക്കെ ഇങ്ങനെ പുകഴ്ത്തി പറയുകയും സ്വന്തം ഭർത്താവിനെ താഴ്ത്തി സംസാരിക്കുകയും ചെയ്യുന്ന പെണ്ണ്. അപ്പോൾ ഈ ഒരു 7 സ്വഭാവമുള്ള സ്ത്രീകളെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന്. ഇനിയിപ്പോ ഈ കല്യാണം കഴിച്ചതിന് ശേഷം നമുക്ക് സ്വഭാവം അറിയുള്ളൂ. എന്നാൽ എന്ത് ചെയ്യണം? എന്നാൽ ഈ പറഞ്ഞ പോലെ ആ സ്വഭാവം മാറ്റിക്കൊണ്ടുവരണം. അതാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതം വളരെ മോശപ്പെട്ടതായി പോകും. കാരണം എപ്പോഴും ഐക്യം ഉണ്ടാവില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ ആരെങ്കിലും കേൾക്കാൻ ആഗ്രഹിക്കുന്നതാണോ? അല്ല. അവിടെ പൊട്ടിത്തെറികൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും, കുടുംബം ഛിന്ന ഭിന്നമാകും, അല്ലെ? അതിൻ്റെ ഇടയിൽ മക്കളുണ്ടാവും, അവരുടെ ഭാവി എന്താണ്? ഇത് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ആ കുടുംബത്തിൽ വന്നു ചേരും. അപ്പോ ആ കുടുംബം ബർക്കത്തില്ലാത്തതാകും, അത് ചിന്നിച്ചിതറും, ചിലപ്പോ വേറെയാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ പലതും അതിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലെയുള്ള സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ പരസ്പരം പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി മാറുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ അല്ലാഹു തആല ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണമെന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.